നിരോധിച്ച ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എരുമപ്പെട്ടി മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുന്നു. കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടും പാൻ മസാല ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പോലീസിന്റെ മറുപടി. ഇതേ തുടർന്ന് TCV നടത്തിയ അന്വേഷണത്തിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ രഹസ്യ വിൽപ്പന കണ്ടെത്താൻ കഴിഞ്ഞു. എരുമപ്പെട്ടി മേഖലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുവരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ TCV നടത്തിയ അന്വേഷണത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് സിമന്റ് കയറ്റിവരുന്ന ലോറികളിലാണ് നിരോധിച്ച പുകയില വസ്തുക്കൾ എരുമപ്പെട്ടി മേഖലയിൽ എത്തുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. പാൻ മസാലകൾ രഹസ്യമായി വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും പോലീസും ആരോഗ്യവകുപ്പും വേണ്ട രീതിയിൽ പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല. പരിശോധന നടത്തിയാലും ഒന്നും കണ്ടെത്താൻ കഴിയുകയില്ല എന്നാണ് പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വിശദീകരണം. ഇതിനെ തുടർന്നാണ് TCV എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രഹസ്യമായി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ വീടുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകളും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരവും അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 3 രൂപ മാത്രം വില വരുന്ന ഹാൻസ്, ബോംബെ തുടങ്ങിയ പാൻ മസാല ഉൽപ്പന്നങ്ങൾ 20-30 രൂപ ഈടാക്കിയാണ് ആവശ്യക്കാർക്ക് നൽകുന്നത്. അമിത ലാഭം ലഭിക്കുന്നതും പോലീസിനും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇത് പിടികൂടാൻ വലിയ താൽപ്പര്യമില്ലാത്തതുമാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളും വ്യത്യാസമില്ലാതെ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണം വ്യാപകമാകാൻ കാരണം. പ്രധാനമായും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കുട്ടികളെ തന്നെയാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. സ്കൂളുകളിലും കോളേജുകളിലുമുള്ള പെൺകുട്ടികളും ലഹരി മാഫിയ സംഘത്തിന്റെ ഇരകളാകുന്നുവെന്ന യാഥാർത്ഥ്യവും ഞെട്ടിപ്പിക്കുന്നതാണ്. നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് പോലീസിനും ആരോഗ്യവകുപ്പിനും ഇതിന് കഴിയുന്നില്ല? യുവതലമുറയെ മാറാരോഗികളാക്കി മാറ്റുന്ന ഇത്തരം വിഷവസ്തുക്കളുടെ ഉപയോഗം തടയാൻ പൊതുസമൂഹം തന്നെ മുന്നോട്ട് വരണം. ദൃശ്യങ്ങൾ പകർത്തിയ സിദ്ദീഖ്, ഷാഫി എന്നിവർക്കൊപ്പം റഷീദ്, എരുമപ്പെട്ടി, TCV ന്യൂസ്.